ഈ മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മളെ കമ്മ്യൂണിറ്റിക്കായിട്ട് ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ്, സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മൾ നല്ലതാണെങ്കിൽ ആൾക്കാർ നമ്മളെ തേടിപ്പിക്കും, നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഗുഡ് വിൽ ഒരു ഇമ്പോർട്ടൻ്റ്. ഒരാൾ തിരക്കും നമ്മൾ ആരാണ് അന്വേഷിച്ചിട്ട് വരും, അത് വന്നുകൊണ്ടേയിരിക്കും. ട്രസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, ഇത് നടക്കില്ല. ഒരാൾ നമ്മൾ ഈ ജീവിതത്തിൽ ബിസിനസ്സിലായാലും ലൈഫിലായാലും ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ട്രസ്റ്റ് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ആ ട്രസ്റ്റിലൂടെ എല്ലാം നടക്കും. അപ്പോൾ ഈ റിലീജിയൻ ഒരു രീതിയിലും സാറിന് ഒരു തടസ്സമായിട്ടില്ല. അത് ഈ താഴെക്കടയുള്ള ആൾക്കാർക്കുള്ള റിലീജിയനല്ലേ, ഹൈ ലെവൽ ആൾക്കാർക്ക് ആർക്കും റിലീജിയനില്ല. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരാളിലും ഉണ്ടായി തോന്നിയിട്ടേ ഇല്ല. പക്ഷേ നമ്മുടെ ഇവിടങ്ങളും ഉണ്ടാക്കി, പക്ഷേ അവിടെ ഇല്ല. റിലീജിയൻ പ്രശ്നമല്ല, പക്ഷേ ഇനിഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള മേജർ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? ഏത് ചലഞ്ച് നമുക്ക് എന്ത് ബിസിനസ് നമ്മുടെ അസറ്റ് എന്തോന്ന് നോക്കും. ഏത് ബിസിനസ് കിട്ടണമെങ്കിലും നമ്മുടെ ബാലൻസ് ഷീറ്റ് അതില്ല, നടക്കില്ല. അത് നമ്മുടെ അത്രയും അസറ്റ് ഉണ്ടെങ്കിൽ ബിസിനസ് നമ്മൾ എല്ലാ ജോലിക്കും ഈ 10% ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കണം. പെർഫോമൻസ് വേണമെന്ന് പറയും. ഇപ്പോൾ അഡ്വാൻസ് വേണമെങ്കിലും അതിനും കൊടുക്കണം. അത് ഈസിയല്ല. അപ്പോൾ എങ്ങനെയാണ് മാനേജ് ചെയ്ത ആ സമയത്ത്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അന്ന് ആദ്യം പ്രശ്നം ഉണ്ടായി, നമ്മൾ പൈസ ഒക്കെ റെഡിയാക്കി ആദ്യം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കും, ബാങ്ക് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ അത് മാറ്റുള്ള വർക്ക് എടുക്കും. അങ്ങനെ പറ്റുള്ളൂ. ഏതെങ്കിലും സ്റ്റേജിൽ ഇത് വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായില്ല. ഞാനിപ്പോൾ 1,60,000 ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിത നിലവാരം ഇന്ത്യയിലെ ഫിലിപ്പീൻസ്, നേപ്പാൾ, തായ്ലൻഡിൻ്റെ ഇത്രയും ആൾക്കാരുടെ ഇതുണ്ടാക്കി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് അതാർക്കും സാധാരണ ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല. ഇത്രയും ഒരു വലിയ വൈഡ് നെറ്റ്വർക്ക് ഓഫ് എംപ്ലോയീസ് ഉണ്ടല്ലോ. അപ്പോൾ എംപ്ലോയീസിനെ ചൂസ് ചെയ്യുമ്പോൾ താങ്കൾ നോക്കുന്ന ഒരു പ്രധാന ക്രൈറ്റീരിയ എന്താണ്? അതിനെല്ലാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ ഈ മെസ്സെന്ന് വെച്ചാൽ ഓരോ മെസ്സിനും ഓരോ ക്യാമ്പിലും 25,000 to 30,000 പീപ്പിൾ ഉണ്ടാവും ഒരു സ്ഥലത്ത്. അപ്പം ഈ ഏറ്റവും നല്ല ഫുഡ് ഇമ്പോർട്ടൻ്റ് ആണ്. കിടക്കണം, ഫെസിലിറ്റി, അതെല്ലാം അതിന് പ്രത്യേക ആൾക്കാരുണ്ട്. ഫുഡ് ഈ എത്ര എനർജി വേണം, ഈ അതനുസരിച്ച് ഫുഡ് ഓരോ ദിവസവും മെസ് ഉണ്ടാക്കും. സാർ, അനിൽ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ, സാർ ഒരു എംപ്ലോയിയെ ഹയർ ചെയ്യുമ്പോൾ അയാളുടെ ആറ്റിറ്റ്യൂഡാണോ അതോ ആപ്റ്റിറ്റ്യൂഡാണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്നത് എന്നുള്ളതാണ്. ആറ്റിറ്റ്യൂഡ് വെരി ഇമ്പോർട്ടൻ്റാണ് ഏത് ബിസിനസ്സിനും, അല്ലെങ്കിൽ നമ്മൾ തകർത്ത് കളയും. കഴിവിനേക്കാളും ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡ് ഇമ്പോർട്ടൻ്റ്. പിന്നെ കഴിവ്, രണ്ടും വേണം, ഒന്നും മാത്രം പോരാ. ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ്. കഴിവെന്ന് വെച്ചാൽ ഈ ഞാൻ ആദ്യം എടുക്കുന്ന ആൾക്കാർക്ക് അന്നും അത്ര എഡ്യൂക്കേഷനുള്ള ആൾക്കാരെ കിട്ടത്തില്ല. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ അന്ന് റിഫൈനറീസൊക്കെ വളരെ കുറവായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ. അതിന് നമ്മൾ ഒരു പ്രത്യേക കമ്പനി ഉണ്ടായി ട്രെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം. ഈ ആൾക്കാരെ കൊണ്ടുവന്ന് 2 to 3 months അവിടെ ട്രെയിൻ ചെയ്യും. ആ ട്രെയിൻ ചെയ്യുമ്പോൾ എന്നിട്ട് മാത്രമേ അവരെ വർക്ക് ഫിറ്റ് ആകത്തുള്ളൂ. ഇപ്പോഴും നമ്മൾ എല്ലാ മാസവും 1000 തൊട്ട് 2000 ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇതിൽ വെക്കാറുണ്ട്. ഈ വെൽഡിങ് എന്ന് വെച്ചാൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ്. വെൽഡിങ് ഗ്യാസല്ലേ, അത് പ്രത്യേക ടെസ്റ്റ് പാസ്സാണ്. അത് ടെസ്റ്റ് പാസ്സാക്കിയിട്ടേ വിളിക്കാത്തുള്ളൂ. അങ്ങനെ പാസ്സായി കിട്ടാൻ പ്രയാസമാണ്. അത് നല്ല ചെറുപ്പം, ഒരു 20-30 വയസ്സിനകത്ത് വേണം, എങ്കിലേ ഈ കൈ വഴങ്ങത്തുള്ളൂ. ആ ട്രെയിനിങ് ചെയ്താണ് നമ്മൾ ആൾക്കാരെ എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ ഒരാൾ ട്രെയിനിങ് പാസ് കഴിഞ്ഞാൽ 3 to 4 lakhs rupees ശമ്പളം കിട്ടും ഒരു വെൽഡറായാൽ. ഞാൻ ഈ വെള്ളൂർ ന്യൂസിൽ വർക്ക് എടുക്കുമ്പോഴേ, വെള്ളൂർ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഏരിയയാണ്. അവിടെയാണ് ആദ്യം കല്ലിടിയിൽ തൊട്ട് മൊത്തം ചെയ്തത് ഞാനാണ്. അപ്പോൾ അവിടുത്തെ വർക്കുകളെല്ലാം നമുക്ക് കിട്ടുമായിരുന്നു. ലോക്കൽസ് ആൾക്കാർ പ്രശ്നമുണ്ടാക്കി. ട്രേഡ് യൂണിയൻ, ലോക്കൽസും അത് പല കാരണം പറയാൻ പറ്റില്ല എന്താണെന്ന്. അതുകൊണ്ട് പിന്നെ അത് നിർത്തിയിട്ട് പോയതാണ്. ഞാനിപ്പോൾ ഈ തുടക്കത്തിലൊരു ചെറിയൊരു പരാജയം ഫേസ് ചെയ്ത ഒരു ബിസിനസ്മാനാണ്. ഇതാണ് അത് ഫ്യൂച്ചറിൽ ഡിസിഷൻ മേക്കിങ്ങിന്, ഇനീഷ്യൽ ഫെയിലിയേഴ്സ് ഒരാളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പറയാറുണ്ട്. അത് ഈ തുടക്കത്തിൽ ഈ ഫെയിൽഡ് എക്സ്പീരിയൻസറിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ്? നല്ലതാണ്. അത് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഫെയിലിയർ എപ്പോഴും മനസ്സിലിരിക്കും. അതാണ് മെയിൻ കാരണം. അതപ്പോൾ എങ്ങനെ നമ്മളെ കോഷ്യസ് ആക്കുവാണോ? എല്ലാം കോഷ്യസ് ആക്കണം. ബിസിനസ്സെല്ലാം നമ്മൾ 24 hours ടൈം നമ്മൾ നോക്കി നടക്കില്ല. ഏത് സമയത്തും ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ
ഗ്യാസ് ആൻഡ് റിഫൈനറി പ്ലാന്റാണ്. അപ്പോൾ എന്തും സംഭവിക്കാം. ഓരോ സൈറ്റിലും ഞങ്ങൾ 30,000 ആൾക്കാരായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ പല രാജ്യത്തുണ്ട്. അബുദാബിയിലുണ്ട്, ദുബായിലുണ്ട്, ഖത്തർ, സൗദി തന്നെ വലിയ രാജ്യം, പല സ്ഥലത്തും. അപ്പം നമ്മളെപ്പോഴും വർക്കേഴ്സിൻ്റെ ഹാപ്പിനെസ്സും സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻ്റ്. സേഫ്റ്റി, വർക്കേഴ്സിൻ്റെ സന്തോഷം. അത് ഫുഡ് ഈ ഒരാൾ ഉദ്ദേശിച്ചത് അത്ര നല്ല ഫുഡുകളാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ ക്യാമ്പിൻ്റെ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നമ്മുടെ കിട്ടുന്ന ഏറ്റവും നല്ല ഫുഡുകൾ ചിക്കനും ഫിഷും എന്തെല്ലാം അങ്ങനെ കൊടുക്കുന്നത്. ഓരോ ദിവസവും ഓരോ രീതിയിൽ കലോറി നിയന്ത്രിക്കുന്ന അത് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എക്സോ മൊബൈൽ, കൊണോക്കോപ്പിലും വലിയ ഇൻ്റർനാഷണൽ ഓയിൽ കമ്പനിയാണ് ഇതിൻ്റെയൊക്കെ പാർട്ട്നേഴ്സും. അപ്പോൾ അവരുടെ റെപ്യൂട്ടേഷൻ വെരി ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവരും കൂടെ ടേക്ക് കെയർ ചെയ്തോ കറക്റ്റ് ഫുഡാണോ അല്ലയോ. നമ്മളെ മാത്രമല്ല, ആൾക്കാരുടെ ഹെൽത്ത്, അതാണ് ഹെൽത്തും എനർജിയും. ചെറിയ 70s ട്രേഡ് യൂണിയനിസം കത്തി നിൽക്കുന്ന സമയത്താണ് കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്നത്. ഇതുണ്ടല്ലോ ഇന്ദിരാഗാന്ധിയുടെ സമയത്തൊരു എമർജൻസി, ആ സമയത്ത് അതും ഇന്നത്തെ കേരളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സ്റ്റാർക്ക് ആയിട്ടുള്ള ഡിഫറൻസസ് എന്താണ്? ഇപ്പം കേരളത്തിൽ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം ജോലി ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അന്ന് അതില്ല. പ്രത്യേകിച്ച് ഈ ട്രേഡ് യൂണിയനിസത്തിൻ്റെ ഒരു കാര്യത്തിൽ എന്ത് മാറ്റമാണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പം ഫ്രണ്ട്ലി ട്രേഡ് യൂണിയൻ ഇതാണ്. ഇപ്പം ലോകത്ത് മൊത്തം, പണ്ട് നമുക്ക് ഗൾഫ് മാത്രം, ഇപ്പോൾ ഗൾഫ് മാത്രം, യൂറോപ്പിലും എല്ലായിടത്തും ഇൻവെസ്റ്റേഴ്സിനെ റെക്കമെൻഡ് ചെയ്യുക, എൻ്റെ ഇൻവൈറ്റ് ചെയ്യണം. ഇൻവൈറ്റ് ചെയ്താൽ അവിടെ ഇഷ്ടം പോലെ ബിസിനസ് സാധ്യതകളും ജോലി സാധ്യതകളും യൂറോപ്പിലും കൊറിയ, ജപ്പാനും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പം ഈ ഗൾഫിൽ തന്നെ പണ്ട് നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പോൾ ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാം, ബിസിനസ് തുടങ്ങാം. സിആർ എന്ന് വെച്ചാൽ കൊമേഴ്സ്യൽ രജിസ്ട്രേഷൻ കിട്ടും. നേരത്തെ കിട്ടില്ല. നേരത്തെ സൗദികൾക്ക് മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളായിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് എല്ലാം മാറ്റം ഉണ്ടായി. കേരളം ഒരു ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ബെറ്റർ സ്പേസ് ആയി എന്നാണോ ഉദ്ദേശിക്കുന്നത്? സാർ പറയുന്നത് അനുസരിച്ചിട്ട് കേരളം ഇപ്പോൾ ട്രേഡ് യൂണിയനിസത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റാണ് സാർ കേരളത്തിൽ നിന്ന് പോകുന്നത്. അതെ, ഇപ്പോൾ അത് മാറ്റം ഉണ്ടായി, വലിയ മാറ്റമുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് വലിയ മാറ്റം ഉണ്ടായി. ഇപ്പോൾ ട്രേഡ് ആൾക്കാരെ കാണാനില്ലല്ലേ എന്നു തോന്നുന്നു. നിങ്ങളെ അറിയാവുന്നത് അങ്ങനെയാണെങ്കിൽ സാറ് NSH നാസർ ലഞ്ചറി കമ്പനി വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് കമ്പനിയാണ് സൗദിയിൽ വർക്ക് ചെയ്യുന്നത്. സൗദിയിലല്ല, മിഡിൽ ഈസ്റ്റിലെ നമ്പർ 1. സാർ ഇന്ത്യയിൽ കൂടുതലും ഹോസ്പിറ്റാലിറ്റി ഒരു ഹോസ്പിറ്റലിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അതെ, ബാക്കി എഞ്ചിനീയറിംഗ് വർക്കൊന്നും ഇന്ത്യയിൽ ഏറ്റെടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാണ്? എല്ലാ കാരണം വെച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം പോലെ പ്രോജക്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കും. അതിലവിടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ത്യയിൽ അത് നടക്കത്തില്ല. ഇത്രയും വർക്കുകൾ ഇന്ത്യയിൽ വരില്ല. ഇപ്പോൾ ഇന്ത്യയിൽ വർക്കുകൾ വളരെ കുറവുണ്ട്. ഈ എല്ലാറ്റിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ, അതുൾപ്പെടെ ഗൾഫാണ് നോക്കുന്നത്. അവിടെ ഇഷ്ടം പോലെ വർക്കുകളുണ്ടാകും. പേയ്മെൻറ്റ് കറക്റ്റാണ്. മറ്റു ഇഷ്യൂകളൊന്നുമില്ല. പിന്നെ ഒന്നും മനസ്സിലാക്കുക, ഇപ്പം അവിടുത്തെ ഒരു സൗദി റിയാൽ ഇന്ത്യൻ രൂപ 25 ആണ്. ഞാൻ പോകുമ്പോൾ ₹1 50 ആയിരുന്നു. സാർ ഇപ്പോഴേ തീരുമാനിച്ച മിഡിൽ ഈസ്റ്റിൽ ബേസ് ആക്കാം, അവിടെ ഓപ്പറേഷൻസ് ആവാം. 76 തന്നെ മതി. ഇനി റിസ്ക് ഡൈവേഴ്സിഫൈ എന്നൊരു പരിപാടി എല്ലാ ബിസിനസ്സുകാർക്കും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഫോക്കസ്ഡ് ആണ്. അല്ലെങ്കിൽ എപ്പോഴും നോൺ കൺട്രീസിൽ അറിയുന്ന രാജ്യങ്ങളിൽ ജോലി ചെയ്യുക, നിയമങ്ങളനുസരിച്ച്. അതാണ് മെയിൻ. സാർ എന്തെങ്കിലും ഒരു അനുഭവം അവിടുത്തെ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒരു അനുഭവം മനസ്സിൽ നിന്ന് ഓർത്തിരിക്കുന്നത്? എല്ലാ അനുഭവങ്ങളും ഞാൻ ആദ്യം ഈ ഇന്ത്യക്കാർക്ക് വലിയ എന്ന് പറഞ്ഞില്ലേ, ഞാൻ ആദ്യം 77 ഒരു കാർ വാങ്ങണമെങ്കിൽ അപ്പം ഒരു വലിയൊരു സർവീസ് എൻ്റെ കാർ ഇപ്പോൾ വിൽക്കുന്നു. എൻ്റെ ചോദിച്ച് കാർ വേണം, ഇത്ര രൂപ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ പൈസയില്ലെന്ന് പറഞ്ഞത് ഞാൻ എഗ്രി ചെയ്ത് കാർ അന്ന് വാങ്ങി. അതാണ് ഏറ്റവും വലിയ ഒരു അനുഭവം സൗദിയിൽ ആദ്യം. രണ്ടാമത്തെ അനുഭവം ഈ നമ്മളന്ന് ഈ കൊറിയൻസും ജാപ്പാനീസാണ് ഇത്. എൻ്റെ ഏറ്റവും വലിയ ഒരു കമ്പനി ഇപ്പോൾ ഇല്ല. അതിൻ്റെ ഒരു പ്രൊജക്റ്റ് മാനേജറെ കാണാൻ പോയി. ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പോയപ്പോൾ അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് തന്നില്ല. അത് 10-25 വർഷം ഷേക്ക് ഹാൻഡ് തന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നത് എന്നെപ്പറ്റിലെ അപ്പുള്ള ആൾക്കാർ അല്ലെങ്കിൽ എൻ്റെ ലെവലുള്ള ആൾക്കാർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയുള്ളൂ. അത് പറഞ്ഞുണ്ട്.
അതാണ് ഇത്. പക്ഷേ ആളെ ഞാൻ എംപ്ലോയി ആക്കി ആളെ സാർ എംപ്ലോയി ആക്കി. അതാണ് ആൾക്കാരുടെ അടുത്ത് ഇന്ത്യക്കാർക്ക് ആ വിലയില്ല എന്നുള്ളതാണ്. ഇത് ഏറ്റവും വലിയൊരു അനുഭവമാണ്. ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ടുണ്ടോ ഇപ്പോൾ ഇന്ത്യക്കാർക്ക്? ഇപ്പോൾ ഇന്ത്യക്കാർക്ക് ഭയങ്കര വലിയ മാറ്റമാണ്. ഞാൻ കഴിഞ്ഞ ഒരു 20 വർഷം മുമ്പ് സ്റ്റേറ്റ്സിൽ ലോകത്തെ വലിയൊരു കമ്പനിയുടെ ചെയർമാനെ കാണാൻ പോയിരുന്നു. സംസാരിച്ചപ്പം അയാൾ പറഞ്ഞു, എൻ്റെ കൂടെ എൻ്റെ ഒരു CEO ഒരു അമേരിക്കനാണ്, അയാളുടെ കൂടെ വിളിയത്. പറഞ്ഞാൽ ഇന്ത്യക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവരുടെ നോളജ് ഈ കാറ് കഴുകാനും കിച്ചൺ വൃത്തിയാക്കാനും ഉള്ളതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അന്ന് അവർ ചെയ്തത് ലണ്ടനിലും അമേരിക്കയിലും ഈ ഫോറിനേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനൊക്കെ ഇവിടെ നിന്ന് 200 കിലോമീറ്റർ ദൂരെയാണ് അവരുടെ അക്കോമഡേഷൻ അന്ന്. അപ്പോൾ അത് സിറ്റിയായി. ആ മാറ്റമാണ്. അന്ന് തൊട്ടേ ഈ നമ്മളാരും വിശ്വസിക്കില്ല. നമ്മൾ ഈ ഏഷ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും, കള്ളന്മാരാണ്, ആ ധാരണയിലാണ് അന്ന് തുടങ്ങിയത്. ആ ലണ്ടനിൽ വന്നാൽ നല്ല ഇപ്പോൾ അവിടെ എല്ലാം മെയിൻ സിറ്റീസായി. പക്ഷേ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ത്യക്കാർക്കൊരു റെസ്പെക്ട് കിട്ടും. ഭയങ്കര മാറ്റമുണ്ട്, വലിയ മാറ്റമുണ്ട്. അത് മേ ബി താങ്കൾ ഉൾപ്പെടെയുള്ള ബിസിനസ്സുകാരുടെ അത് നമ്മൾക്കാരുടെ മുമ്പുള്ള ആൾക്കാരുടെ അതാണ്. ഈ ഒരാൾ നല്ലത് ചെയ്താൽ ആ ഇന്ത്യക്കാരെ നമ്മൾ ചോദിക്കുള്ളൂ ഏറ്റവും നല്ല ഞാൻ ചോദിക്കാറ് ഇവിടുത്തുകാരനാണെന്ന് ചോദിക്കും. അപ്പോൾ ആ റെസ്പെക്റ്റ് ചെയ്യും ആൾക്കാരെ. എപ്പോഴും നമ്മൾ നല്ല പെരുമാറും, നല്ല വിശ്വസ്തത ഉണ്ടെങ്കിൽ ഒരാൾക്കാരും വരും. ഇപ്പോൾ ഇന്ത്യക്കാരെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ പുറമെ നടക്കുക, ഇന്ത്യക്കാർക്കെല്ലാം പൈസ കൊണ്ട് നടക്കുകയാണ്.